ബബ്ബബേല് ബബ്ബബേൽ ഉണ്ടല്ലേ? ഒരു കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ. ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ബബ്ബബ, ഓ. പിന്നെ കളങ്കാവല്, ആ. അത് കഴിഞ്ഞ് ഡിയസീറ ആയിരുന്നു. അങ്ങനെയാണ് വന്നേക്കുന്നത്. പക്ഷെ ഇതിലിപ്പോ ഡിയസീറ ആദ്യം ആദ്യം ഇറങ്ങി. റിലീസായി, അത് കഴിഞ്ഞ് കളങ്കാവൽ റിലീസാകാൻ പോകുന്നു, ഉം. അത് കഴിഞ്ഞ് ബബ്ബബ റിലീസാകും. ഉം. അങ്ങനെയാണ് ഇറങ്ങാൻ പോകുന്ന കളങ്കാവലാണ്. പ്രിയപ്പെട്ട മമ്മൂട്ടി സാറിനോടൊപ്പമുള്ള നമ്മുടെ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഈ മാസം 27 റിലീസാണ് കളങ്കാവലാണ്. ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം കളങ്കാവിൽ നിന്ന്? നമ്മള് പ്രതീക്ഷിക്കാവുന്ന മാക്സിമം പ്രതീക്ഷിച്ചു ആണല്ലേ? മമ്മൂക്കയുടെ ഒരു എക്സ്ട്രീം ലെവൽ കാണാൻ പറ്റും. ഒരു ടെൻഷനും വേണ്ട. എന്തായാലും എനിക്കത് എത്രത്തോളം ഒന്നും എനിക്കറിയില്ല. എക്സ്ട്രീം ലെവൽ എന്താണെന്നും എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ഒരു വൈബ് പരിപാടി തന്നെ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. എനിക്ക് ഫീൽ ചെയ്തു ലൈവായിട്ട്. ഇനി ബാക്കി പ്രേക്ഷകർ കാണുമ്പോൾ അത് തന്നെ എനിക്ക് ഫീൽ എന്ന് എനിക്ക് ഉറപ്പാണ്. എന്തെങ്കിലും ഒരു കാര്യം ഔട്ട് ആൻഡ് ഔട്ട് ഒരു ദിലീപേട്ടൻ ഷോ ആയിരിക്കും. ദിലീപേട്ടന്റെ ഒരു സംഭവം ഒരു വേറെ ലെവൽ വെച്ചാൽ പുള്ളിയുടെ ഒരു നമ്മള് ഇപ്പം ഈ അടുത്തൊന്നും ഇത്രയും ആഘോഷിക്കപ്പെടാൻ പോകുന്ന ഒരു സിനിമ ഉണ്ടായിട്ടില്ല. ഈ അടുത്ത് ഇനി നമ്മള് വളരെ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു സിനിമയായിരിക്കും ബബ്ബബ്ബ. ചർച്ച ലാലേട്ടനും വരുന്നുണ്ട്. വേറെ ലെവലായി. ആകെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു ഭ്രാന്തമായ ഒരു സിനിമ. തീർച്ചയായിട്ടും ഡയറക്ടർ അമ്മാതിരി ചിന്തയുള്ള ഒരു മനുഷ്യനാണ്. അതിന്റെ റൈറ്റേഴ്സ് ഫാഹിമുൻ നൂറിനും അത് അതിനേക്കാളും ഭ്രാന്തമായ രീതിയിൽ ചിന്തകൾ ഉള്ള എഴുത്തുകാരാണ്. അതിന്റെ എല്ലാം ആകത്ത് അതിനകത്തുണ്ടാവും. നല്ല രസമുള്ള പരിപാടിയായിരിക്കും. പിന്നെ പ്രൊഡക്ഷൻ ഗോകുലവും കൂടെ ആകുമ്പോഴത്തേക്കും ഒന്നിനും ഒരു കുറവും